Meet the editors. ജിമ്മി ജെയിംസ്, എല്ലാ കാലത്തും NSS പറയുന്ന കാര്യമാണ് ഞങ്ങൾ സമദൂരത്തിലാണ് എന്ന്. പക്ഷേ CPM-ഉമായിട്ട് എല്ലാ കാലത്തും അകൽച്ചയിലായിരുന്നതാണ്. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ എന്നൊരു പ്രതികരണമാണ് NSS-ൽ നിന്ന് വന്നത്. ഒരു കൗതുകമാണ്. എന്താണ് അപ്പോൾ NSS നിലപാട് മാറ്റിയോ, സമദൂരം വിട്ടോ? NSS നിലപാട് മാറ്റിയോ എന്നാണോ ചോദിക്കേണ്ടത്, അതോ CPM നിലപാട് മാറ്റിയോ എന്നാണോ ചോദിക്കേണ്ടത്? നമുക്ക് തോന്നും NSS CPM-ഉമായി എന്തോ വലിയ വിട്ടുവീഴ്ച ചെയ്തു, CPM-മായി ചേരാൻ പോവുകയാണ്. അങ്ങനെയല്ലല്ലോ. 8 വർഷം മുമ്പ് ശബരിമലയിൽ 7 വർഷം മുമ്പ് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി അതുപോലെ നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന CPM സർക്കാർ അതിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും മടിച്ചു നിൽക്കുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഒരു വളരെ വലിയ സമരം നടക്കുന്നു. തുടങ്ങുന്നത് ചെങ്ങന്നൂരും അതുപോലെ തന്നെ തിരുവല്ലയിലുമായിരുന്നു. അതിൽ CPM അതിനെ എതിർക്കാൻ തീരുമാനിക്കുന്നു, സ്ത്രീകളെ കയറ്റുമെന്ന് പറയുന്നു. അങ്ങനെ വളരെ വലിയൊരു സംഘർഷം കേരളം കണ്ടതാണ്. നാമജപ ഘോഷയാത്രകൾ, പുറകെ നമുക്ക് വലിയ അക്രമ സംഭവങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകരെ ശബരിമലയിൽ ഓടിച്ചിട്ട് അടിക്കുന്ന, കാറ് തകർക്കുന്ന ഒക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടു. 8 വർഷം കഴിയുമ്പോൾ അന്ന് CPM ഇതിനെ എതിർത്തത് നവോത്ഥാന സദസ്സുകൾ കേരളം മുഴുവൻ നടത്തിക്കൊണ്ടാണ്. നവോത്ഥാന സദസ്സിൽ നിന്ന് 8 വർഷം കഴിയുമ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് മാറിയത് ആരാണ്? NSS അല്ല, CPM-ആണ്. നിലപാട് മാറിയത് CPM-നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അയ്യപ്പ സംഗമം നടന്നതുകൊണ്ട് ശബരിമലയ്ക്ക് ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ അന്നും പറഞ്ഞു അതൊരു വളരെ നല്ല കാര്യമാണ്. കേരളത്തിലെ ശബരിമല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. അത് വടക്കേ ഇന്ത്യയിലെയോ തെക്കേ ഇന്ത്യയിലെയോ ഒക്കെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾക്കാൾ വളരെ വലുതാകട്ടെ. പക്ഷെ നമ്മളിന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ 8 വർഷം കൊണ്ട് CPM-നുണ്ടായ പരിണാമമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആചാര സംരക്ഷകർ എന്ന ഒരു നിലപാടിലേക്ക് CPM വരുന്നു. എവിടുന്നാ? നവോത്ഥാന സദസ്സുകൾ നവോത്ഥാനം വേണം എന്ന് പറഞ്ഞെടുത്തു നിന്ന് ആചാരം സംരക്ഷിച്ച് കളയും എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറുകയാണ്. അല്പം മുമ്പ് സ്മൃതിയുടെ ചർച്ചയിൽ ഒരു നിഷ്കളങ്കനായ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, പിണറായി വിജയന് സ്ത്രീകളെ കയറ്റുന്ന അടക്കമുള്ള പാർട്ടി നിലപാട് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അവസരമാണ് എന്ന് പറയുന്നു. സർക്കാസമാണെന്ന് അറിയില്ല, അത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് അറിയില്ല. അപ്പം തന്നെ അപകടം മനസ്സിലായി CPM-ൻ്റെ പ്രതിനിധി ഇടപെട്ട് പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടിയെ ഞങ്ങൾക്കില്ല, സ്ത്രീകളെ ഞങ്ങൾ ആ പരിസരത്ത് പോലും അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അത് തിരിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കുന്ന CPM-നെയാണ് 8 വർഷം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്. എവിടെ പോയി നവോത്ഥാന സദസ്സുകൾ, എവിടെ പോയി നവോത്ഥാന സമിതി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നല്ല ഒന്നാന്തരം പച്ചവർഗീയത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിശദമായി പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ സമിതിയുടെ തലപ്പത്തിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ എന്താണ് നവോത്ഥാന സമിതിയുടെ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പരിണാമത്തിന് ശേഷം ഒരു പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ കഴിയുമ്പോൾ CPM കടന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. ഇങ്ങനെ വേണം ഈ വിഷയത്തെ കാണാൻ. അതായത് BSP ബീഹാറിൽ, ഉത്തർപ്രദേശിൽ വളരെ രസകരമായ ഒരു സമുദായ സമവാക്യം പണ്ട് കൊണ്ടുവന്നിരുന്നു. ബ്രാഹ്മണരും ദളിതരും ഒരുമിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ വിചിത്രം എന്ന് തോന്നും. അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ദളിത് മുസ്ലിം യാദവ് കോമ്പിനേഷനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു നല്ലൊരു കോമ്പിനേഷനിലേക്ക്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് CPM-ഉം ഇടതുമുന്നണിയും തിരിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ശബരിമല തീർത്ഥാടന സംഗമത്തിലൂടെ, അയ്യപ്പ സംഗമത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ കോമ്പിനേഷൻ? ആ കോമ്പിനേഷനിൽ NSS ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ രസകരമായി തോന്നും. NSS ഇതിനകത്ത് പറഞ്ഞത്, ഇന്നലെയൊക്കെ BJP വളരെ നിശ്ചിത വിമർശിക്കുമ്പോഴും ഇന്ന് NSS ഉയർത്തിയ പ്രസ്താവന എന്താണ്? ഇത് വളരെ നല്ല കാര്യമാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ സമിതി വരുമ്പോൾ ഈ സമിതിയിൽ വിശ്വാസികൾ ഉണ്ടാകണം. അതേസമയം മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ വരുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ CPM-ൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ചേർന്ന് ഒരു പുതിയ സമിതി ഉണ്ടായി. ശബരിമലയുടെ വികസനത്തിന് കാര്യങ്ങൾ പോകുന്നതിൽ NSS-ന് ഒരു തടസ്സവുമില്ല. അടുത്തത് SNDP കഴിഞ്ഞ ഒരു വർഷമായി ഒരേ കരിങ്കാളിയിൽ എന്ന പാട്ട് പോലെയാണ്. മുസ്ലിം വിരോധം വളരെ ശക്തമായി പറയുകയും ഇപ്പുറത്ത് പിണറായി വിജയൻ സ്തുതിയും പറയുന്ന ഒരേ സമയം ഇത് രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM-ന് ഒരു പ്രശ്നവുമില്ല. സഹി കേട്ടപ്പോൾ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പറയാതെ ഒരു പ്രസ്താവന നടത്തി. ഞാൻ പറഞ്ഞു വന്ന കോമ്പിനേഷൻ്റെ 2 ഘട്ടം കഴിഞ്ഞു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരുന്ന എത്രയോ നാളായി വിയോജിപ്പിൽ നിന്ന NSS-ഉം SNDP-യും ഒരു വിഷയത്തിൽ ഒരുമിക്കുകയാണ്. അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാര്യങ്ങളിലാണ്.
അതുപോലെ തന്നെ ശബരിമലയിലെ കാര്യത്തിൽ NSS നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. SNDPയും അധികം താമസിയാതെ നിലപാട് പ്രഖ്യാപിക്കും. ഇനിയിപ്പോൾ SNDP എന്തെങ്കിലും പറഞ്ഞാൽ പെരുന്നയിൽ സുകുമാരൻ നായർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് നിങ്ങളിപ്പോൾ മിണ്ടരുത് എന്ന് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ മനോഹരമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ പെട്ടുപോകുന്നത് BJP ആണ്. BJPക്ക് ആകെയുള്ളത് NSSൻ്റെ ഒരു മൗന പിന്തുണയാണ്, അല്ലെങ്കിൽ NSS നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു പ്രതീതിയാണ്. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാരുമായി സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ, ഇതിപ്പോൾ തുടങ്ങിയതല്ല. NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആശുപത്രിയിലായിരിക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ടത് നമുക്ക് ഓർമ്മയുണ്ടാവും. പ്രതിപക്ഷ നേതാവ് അതും കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ പോകുന്നത്. ഇത് പണി നേരത്തെ തുടങ്ങിയതാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ പെട്ടെന്നൊരു ദിവസം അയ്യപ്പ സംഗമം ഉണ്ടായതാണെന്ന്? അങ്ങനെയല്ല. ഇത് വളരെ വ്യക്തമായൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിനു മുമ്പേ തന്നെ കോൺഗ്രസ് ഈ അവസരം വിട്ടുകളഞ്ഞിരുന്നു. NSSും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള വാക്പോര് നമ്മൾ കണ്ടതാണ്. അപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് NSSന് കോൺഗ്രസ് നേതൃത്വം, ഇപ്പോഴത്തെ നേതൃത്വവുമായി ഒരു നീരസമുണ്ട്. CPMൻ്റെ ഒരു സംരംഭത്തിനെ സഹകരിക്കുന്നു എന്ന രീതിയിൽ ഒരു വളരെ വലിയ അടുപ്പവുമുണ്ട്. BJP എന്ത് ചെയ്യും? BJP ഇന്നലെയും ഇന്നുമായി ചെയ്തത് NSSനെ വെല്ലുവിളിക്കുകയാണ്. ഒരൊറ്റ കാര്യമേ ഇന്ന് അവിടെ എടുത്തു പറഞ്ഞുള്ളൂ. പഴയ നാമജപ ഘോഷയാത്ര മറക്കരുത്. അന്ന് നിങ്ങൾ തുടങ്ങി വെച്ച ഘോഷയാത്ര ഞങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങൾ സമരം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരുപാട് പേർ ഇപ്പോഴും പോലീസ് കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് മറന്നോ ശ്രീ സുകുമാരൻ നായർ എന്നാണ് ഇന്ന് BJP നേതാക്കൾ ചോദിച്ചത്. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരൻ ചോദിച്ചത്. അത് വളരെ 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 വ്യക്തമാണ്. കാരണം NSS ഈ കാര്യത്തിൽ സഹകരിക്കുകയും ശബരിമലയുടെ പേരിൽ ഒന്നിക്കുകയും ചെയ്യുമ്പോൾ BJP ആ മേഖലയിൽ അപ്രസക്തമാകും. കോൺഗ്രസിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാത്തിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം കോൺഗ്രസ് ആ വിമർശനം പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തുടരെ കോൺഗ്രസിൻ്റെ വിമർശനം ഒന്നും കണ്ടില്ല. അവിടെ കോൺഗ്രസ് അത് വിട്ടു. പക്ഷേ BJPക്ക് ഇത് വിടാൻ പറ്റില്ല. അപ്പോൾ ആകെ തുക എന്താണ്? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിവെച്ചത് ആരാ? NSSആ? G സുകുമാരൻ നായരാ? ശബരിമലയിൽ നാമജപ ഘോഷയാത്ര നടത്തിയവരാ? അന്ന് നവോത്ഥാന സമിതി നടത്തിയവരെ കൊണ്ട് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കും എന്നാണ് ഇന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അല്പം റഷീദ് കണിച്ചേരി പറഞ്ഞത് ആചാരവിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്യില്ല. NSS എന്താണ് ഇന്ന് നിതിൻ കണിച്ചേരി. അതുപോലെ തന്നെയാണ് ഇന്ന് NSS എന്നാ പറഞ്ഞത്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമാവാം, കൂടെ ഭക്തരും വേണം. അതായത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കടിച്ച പാമ്പിനെ 8 വർഷങ്ങൾക്ക് ശേഷം വിളിച്ച് വിഷമിറക്കിയിരിക്കുകയാണ് NSSനെ സമ്മതിക്കണം, ഇലക്ഷൻ കാലമായതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് SNDPയും കൂടി CPM വളരെ മുമ്പേ കൂടെ കൂട്ടി. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞ NSS SNDP നായർ ഈഴവ സമുദായങ്ങളോടൊപ്പം ഒരൽപ്പം മുസ്ലിം വിരോധവും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം CPM നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി നടേശനെ തുടരാൻ അനുവദിക്കുന്നതും വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പോലും പറയാതെ വിമർശിക്കേണ്ടി വരുമ്പോൾ വളരെ മൃദുലമായി വിമർശിച്ചു പോകുന്നതും. ചുരുക്കത്തിൽ CPMൻ്റെ ഈ ഇലക്ഷനിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ വ്യക്തമാണ്. മുസ്ലിം വോട്ടുകളിൽ അങ്ങനെ വേണ്ട, പക്ഷേ ഹിന്ദു സമുദായത്തിലെ ഈഴവ നായർ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങൾ എടുക്കും. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് പ്ലാൻ. ഈ പ്ലാൻ നടക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നുമുണ്ട്. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ അൻറ്റോ, സമദൂരം വിട്ടോ NSS? ഞാൻ വിചാരിക്കുന്നില്ല സമദൂരം വിട്ടു എന്നുള്ള കാര്യം. പക്ഷേ NSSനെ പോലെയുള്ളൊരു ഹൈന്ദവ സംഘടനയ്ക്ക് കേരളത്തിലെ ആചാരം സംരക്ഷിക്കുന്ന പാർട്ടിയായി CPMനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെയൊരു നെഗറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു മറ്റുള്ള പാർട്ടി. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന പാർട്ടി, ഇടതുപക്ഷം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും എതിരാണ്. ശബരിമലയിൽ നിങ്ങൾ കണ്ടില്ലേ, സ്ത്രീകളെ കൊണ്ടുവന്ന പാർട്ടിയാണ്. അങ്ങനെ പറഞ്ഞ ഒരു വലിയ നെഗറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJPക്കും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ നിന്നൊരു വലിയ മാറ്റം ഈ ഹിന്ദു സംഘടന, ഇപ്പോൾ ഞാൻ അടുത്ത കാലത്തായിട്ട് SNDPൻ്റെ ഭാഗത്തുനിന്ന് CPMനെയോ ഇടതുപക്ഷത്തെയോ മുഖ്യമന്ത്രിനെയോ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ നിലപാട് സ്വീകരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ NSSും കൂടെ വന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഹൈന്ദവ സംഘടനകൾ ഈ പറയുന്ന ഹിന്ദുക്കൾക്കെതിരല്ല ഇടതുപക്ഷം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമായിരുന്നു. കോൺഗ്രസ് ഇതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് നോക്കിയപ്പോൾ കോൺഗ്രസ് ഇന്ന് VD സതീശൻ പറഞ്ഞാൽ എന്താ അറിയോ, ഭൂരിപക്ഷ വർഗീയത വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അതിനർത്ഥം? അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ആംഗിൾ എന്താണ്?
കേരളത്തിലെ ഹിന്ദുക്കളെല്ലാം ഭീകരവാദികളാണോ? അല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ അയ്യപ്പ ഭക്തരെല്ലാം ഭീകരവാദികളാണെന്നോ? അങ്ങനെയൊരു അഭിപ്രായം പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണോ കേരളത്തിലെ സംവിധാനം മുഴുവൻ? നമ്മൾ അങ്ങനെയാണല്ലോ കേന്ദ്രത്തിൽ പറയുമല്ലോ, എന്താണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എന്ന് പറയുന്ന ശൈലിയിലേക്ക് കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുണ്ടെന്നൊരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇവിടെ എന്താണ്, ഇവിടെ സിമ്പിളായ കാര്യമുള്ളൂ. ഞാൻ ഇന്നൊരു വാർത്തയുടെ ഹെഡിങ് നോക്കുകയാണ്. അതെ ഞാൻ ഇന്ന് ഒരു വാർത്തയുടെ ഹെഡിങ് നോക്കുന്നു, ആഗോള അയ്യപ്പ സംഗമവും വിവാദത്തിൽ. ഇതെത്തിക്കാനുള്ള ശ്രമമുള്ളൂ, അത്രയേ ഉള്ളൂ കാര്യം. ഒരു വികസനം ഈ നാട്ടിൽ വരരുതെന്ന് അതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വികസനം ഈ നാട്ടിൽ വരാൻ പാടില്ല. ഒരു പിന്നെ എന്താണ് ഒരു ക്ഷേത്രവും ആഗോള തലത്തിൽ അറിയപ്പെടാൻ പാടില്ല. എന്താണ് ഒരു നവോത്ഥാന സമിതികളും കേരളത്തിലുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇതിനെതിരെ റിസർച്ച് നടത്തി അതിനെതിരെ പിന്നെ വാർത്തകൾ പടച്ചുവിട്ട് അതിനെതിരെ കാര്യങ്ങൾ നടപ്പിലാക്കി അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും അജണ്ടയാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പിന്നെന്താണ് ഒരു ക്ഷേത്രത്തിനെ ഒരു വലിയ രീതിയിൽ തീർത്ഥാടന കേന്ദ്രമായി മാറ്റണം. അത് ലോകത്തെ ഏറ്റവും നല്ല തീർത്ഥാടന കേന്ദ്രമാക്കണം. സൗത്തിയിലും ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെല്ലാം എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, അതുപോലെ ഒരു ക്ഷേത്രമായി ശബരിമലനെ മാറ്റണം എന്നുള്ള അർത്ഥത്തോടുകൂടി ഒരു സർക്കാർ ഇനീഷ്യേറ്റീവാണ്. ആ സർക്കാർ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് എന്താണ് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് അതിന് വേണ്ടിയിട്ട് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതിനൊരു യോഗം വിളിച്ചിരിക്കുന്നു, അതൊരു സംഘമാണ്. ആ സംഗമത്തിന് സർക്കാരും മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനയായ SNDP NSS പോലെയുള്ള സംഘടനകളെല്ലാം വിളിക്കും, അവരുടെ നേതാക്കന്മാർ പങ്കെടുക്കും, അതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കും. ഇതേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മാറിയിട്ട് ഇതെന്താ വർഗീയ സംവിധാനമാണ്, വർഗീയ വിദ്വേഷം വളർത്താൻ വേണ്ടിയിട്ടാണ്, വർഗീയ നിലപാട് സ്വീകരിക്കുന്നതാണ്, അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം ഇതിലൊന്നുമില്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇലക്ഷൻ സ്റ്റാൻഡിലേക്ക് വരണം. ഇപ്പോൾ ഏതാ ഇലക്ഷൻ നടക്കുന്നത്? ഇലക്ഷൻ സ്റ്റാൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഇലക്ഷൻ സ്റ്റാൻഡിലേക്ക് വരികയാണ് കൂടെ വരുത്തി തീർക്കണം. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇനി എന്താണ് പറയുന്നത്? 2018 ഇതായിരുന്നല്ലോ അവസ്ഥ. യുവതി പ്രവേശനത്തോട് കൂടിയിട്ട് CPM അങ്ങില്ലാതായി തീർന്നുപോയി. CPM ഇനി എണീക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞ് 2021 ഇലക്ഷൻ എന്താ സംഭവിച്ചത്? 2021 2019 ഇലക്ഷനിലും BJPക്ക് ഒരു സീറ്റ് പോലും, കാരണം BJP ആണുള്ളത് മുന്നിൽ നിന്ന് നയിച്ചത്, മുന്നിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല 2019 ലോക്സഭാ ഇലക്ഷനിൽ. 2021 വന്നപ്പോഴത്തേക്കും പോയപ്പോഴും BJPക്ക് ഒന്നും കിട്ടിയില്ല, കോൺഗ്രസിനൊന്നും കിട്ടിയില്ല, 99 സീറ്റിലൊന്നും ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. അപ്പം ആ ചർച്ചകളെല്ലാം ആവിയായിപ്പോയോ? പക്ഷേ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നേ. ജനങ്ങൾക്ക് എന്തുകൊണ്ട് ശബരിമലയിൽ പോകണം, ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എന്താണ് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് ഈ പറയുന്ന CPM എല്ലാ വീടാന്തരം കയറി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സുപ്രീം കോടതി ഓർഡർ വരുന്നു, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്ന് പറയുന്നത് എല്ലാ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലായില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ അന്ന് ശബരിമല കയറിയ ബിന്ദു അമ്മണിയൊക്കെ സംഗമത്തിൽ വരുന്നുണ്ടാവും, അവരല്ലേ ഏറ്റവും വലിയ വളരെ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ അർജന്റീനയ്ക്ക് ഒരു ലെറ്റർ അയച്ചായിരുന്നല്ലോ, ഈ അർജന്റീന ഇങ്ങോട്ട് വരുന്നുണ്ടോ? ബിന്ദു അമ്മണിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അയച്ചിട്ടുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞേ എന്തൊരു കഷ്ടം നോക്ക്. അല്ല, അവരല്ലേ വിശ്വാസിയല്ലേ, ശബരിമല കയറി ആദ്യത്തെ സ്ത്രീയല്ലേ, സ്റ്റേജിൽ വേണം. ബിന്ദു അമ്മണീനെ ഇതിനെ കൂട്ടിക്കെട്ടാൻ എന്തൊരു ഇൻട്രസ്റ്റ് നോക്കിക്കേ. വളരെ ശബരിമല കയറിയ വിശ്വാസികളുടെ സംഘമാണ്. അതെ, വിശ്വാസികളുടെ സംഘമാണ്. വിശ്വാസികൾ ആരെ പങ്കെടുപ്പിക്കണമെന്നും അത് എങ്ങനെ നടത്തണമെന്നും ഏത് രീതിയിൽ നടത്തണമെന്നും സർക്കാരും ഹൈന്ദവ സംഘടനയെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചോളൂ. നവോത്ഥാനത്തിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനമുണ്ട്, അതിനകത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഉണ്ട്. അതിന് പ്രസിഡന്റ് സെക്രട്ടറി, നിങ്ങൾക്ക് പറ്റുന്ന പ്രസിഡന്റിനെ പറ്റി അത് കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള അമ്പലത്തിൽ കയറാൻ അവകാശമില്ലായിരുന്ന കാലത്ത് അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പറയുന്ന വെള്ളാപ്പള്ളി അങ്ങനെയല്ല. നവോത്ഥാന പ്രസ്ഥാനത്തെയും ഹൈന്ദവ സംഘടനയെയും മുസ്ലിം സംഘടനയെയും ക്രിസ്ത്യാനി സംഘടനയെയും അതിൻ്റെതായ എല്ലാ പൗത്രതയും അതിൻ്റെതായ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. നിങ്ങൾ നവോത്ഥാന സംഘടനയെയും അയ്യപ്പ സംഗമത്തെ എങ്ങനെയാ കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ ചോദിക്കുന്നത് സർക്കാരല്ലേ നടത്തുന്നത്? അയ്യപ്പ സംഗമത്തെ കുറിച്ച് നവോത്ഥാന സംഘടന എന്തിന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ പറ്റില്ല. നവോത്ഥാനം നിർത്തി കാണും. അല്ല മാഡം, നവോത്ഥാനം നിർത്തി, നവോത്ഥാനത്തിന്റെ സ്വിച്ച് നിർത്തി. നവോത്ഥാനവും അയ്യപ്പ സംഗമവും തമ്മിൽ എന്താ ബന്ധം? നവോത്ഥാന സംരക്ഷണ സമിതി എപ്പോഴാണ് രൂപീകരിച്ചത്? ശബരിമലയിൽ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരുന്നു, അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത് കേരളം പല രൂപത്തിൽ ചർച്ച ചെയ്തു. ഇവിടെ ഈ പറയുന്ന BJP അടക്കമുള്ളവർ തെരുവിലിറങ്ങിയും സ്ത്രീകളെ മറ്റേ തേങ്ങയ്ക്കടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പുറത്ത് നാമജപ ഘോഷയാത്ര NSS നടത്തി, അല്ലേ?
അതിനുശേഷം ഈ CPM എന്താണ് ചെയ്തത്? ഇടതുപക്ഷ നിങ്ങൾ ഈ പറഞ്ഞ നവോത്ഥാന സമിതിയും ഈ പറഞ്ഞ എന്ത് ബന്ധാന്ന് ചോദിച്ചത്? CPM ഇവിടെ ഒരു വനിതാ മതിൽ തീർക്കുന്നു. അതായത് സ്ത്രീകൾക്ക് പ്രവേശം വേണമെന്ന നിലപാട് CPM മുന്നോട്ട് വയ്ക്കുന്നു, പുരോഗമന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പുരോഗമന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടാണ് നവോത്ഥാന സംരക്ഷണ സമിതിക്ക് സർക്കാർ രൂപം നൽകിയത്. അതിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്താണ്? അതും ഈ അയ്യപ്പ സംഘവും എന്തിനാണ് ഇപ്പൊ നവോത്ഥാന സമിതി എടുത്ത് മുന്നിൽ വെച്ചു. നിങ്ങൾ നവോത്ഥാനം നടത്തേണ്ട സംവിധാനത്തിൽ നവോത്ഥാനം നടത്തിക്കോളൂ. ചർച്ച ചെയ്യുന്നത് ആഗോള അയ്യപ്പ സംഘമാണ്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ആഗോള അയ്യപ്പ പ്രശ്നം. അവിടെയാണ് CPM-നെ എല്ലാ ഇടത് സർക്കാരിനെയും എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന യോഗക്ഷേമ സഭയുടെ അധ്യക്ഷനായ അക്കീരമൺ അടക്കം പറയുന്നു ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന്. കാരണം അവർക്ക് പോലും സംശയം ഇത് രാഷ്ട്രീയമായ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇങ്ങോട്ട് പോകുന്നു, പ്രതീക്ഷയിലാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് അറിയോ, തെറ്റല്ല, രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണെന്നല്ല. NSS എന്ന് പറയുന്ന സംഘടനയാണ് നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് അയ്യപ്പ ഘോഷയാത്ര നടത്തിയത്, നാമജപ ഘോഷയാത്ര നടത്തിയത് ഒക്കെ അവരാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ആ കാര്യം മനസ്സിലായത് എന്താണ്? ഈ പറഞ്ഞ വിശ്വാസികൾ, ഒരാൾ പറഞ്ഞത് വിശ്വാസികളെ സംരക്ഷിക്കുന്ന പാർട്ടി CPM ആണ്, സർക്കാരാണെന്ന് മനസ്സിലാക്കി. അവിടെ ഇടതുപക്ഷവും ഇല്ല, അവിടെ ഇടതുപക്ഷമല്ല, അവിടെ പ്രതിപക്ഷവും ഇല്ല, BJP ഇല്ല, അവിടെ കോൺഗ്രസും ഇല്ല, BJP ഇല്ല. അവർക്ക് മനസ്സിലായത് കൊണ്ട് അവർ ആ നിലപാട് അത് തന്നെ. അതായത് 2018 നവോത്ഥാന സമിതിയും നടത്തി സ്ത്രീകൾ കാരണമെന്ന് പറഞ്ഞ CPM നവോത്ഥാന സമിതി ഞാൻ ആ വരി പറഞ്ഞു തീർക്കട്ടെ. 2018 ഈ നാമജപ ഘോഷയാത്ര നടക്കുമ്പോൾ അതിന് കൗണ്ടറായി ഇവിടെ നവോത്ഥാന മതിൽ, നവോത്ഥാന സമിതി ഇതൊക്കെ ഉണ്ടാക്കിയ പാർട്ടി ഇപ്പോൾ പറയുന്നു ആചാരം അനുസരിച്ച് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കും. നവോത്ഥാന സമിതിന്റെ അജണ്ട, ലക്ഷ്യം സ്ത്രീകളെ ശബരിമല കയറ്റലാണോ? അത് മാത്രമല്ല, അതാണോ അല്ലയോ എന്ന് പറ. അതിനെന്താ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നെ അങ്ങനെയല്ല സാറേ. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കിക്കോ. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ ഓരോ സമുദായത്തിനും അവരുടേതായ ഉന്നമനത്തിൽ ആ സമുദായത്തിൽ ഉന്നമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതിനാണ് എല്ലാവരെയും കൂട്ടിയിട്ടുള്ളത്. അല്ലാതെ അവിടുത്തെ സ്ത്രീകളെ ശബരിമല കയറ്റാൻ വേണ്ടിയിട്ടല്ല. അതിലേക്ക് കൊണ്ട കെട്ടല്ലേ. ഫോർ എക്സാമ്പിൾ നവോത്ഥാനം എന്താ? ഞാൻ സംവിധാനം നടത്താൻ വേണ്ടി ഹിന്ദുക്കളുടെ അതിനെയും കൂടെ പ്രതികരിക്കുന്ന സംവിധാനം. ഹിന്ദു മതത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കേണ്ടത്? നിങ്ങൾ രണ്ടാണ് സാർ, രണ്ടാണ്. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ എല്ലാ മതങ്ങളെയും കൂടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നവോത്ഥാന സമിതി. മതങ്ങളിലെ പഴയ കാര്യങ്ങൾ സംഭവിക്കാനും സംഘടനേന്റെ ആണല്ലോ, ഒരു സംഘടനേന്റെ അല്ലല്ലോ, ഒരു സംഘടനേന്റെ അല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഹിന്ദു സംഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അയ്യപ്പ പിന്നെ സംഗമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആഗോള സംഗമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതെങ്ങനെയാണ്? ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശബരിമല ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അവർ അതിന്റെ ഒരു ഭാഗമായി ഹിന്ദുക്കളെ ഒരു പ്രധാന സംഘടനയായി NSS അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ നവോത്ഥാന സമിതിയായിട്ട് കൂട്ടിക്കെട്ടാൻ പറഞ്ഞുള്ളൂ. NSS ചുമ്മാ കയറിയ സപ്പോർട്ട് ചെയ്തല്ല. NSSന് എല്ലാ ഉറപ്പുമുണ്ട്. 2018 ചെയ്ത ഒരു പരിപാടിയും ഇനി ഞങ്ങൾ ആ വഴിക്ക് പോലും പോകില്ല എന്ന് CPM ഉറപ്പ് കൊടുത്തിട്ടാണ്. അത് CPM തീരുമാനിക്കണം. CPM-ന്റെ വിജയമാണോ പരാജയമാണോ? CPM-ന്റെ വിജയമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കോടതി വിധി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിറങ്ങിയ CPM ഇപ്പോഴും ആ കോടതി വിധി നിലവിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് കയറ്റില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? അത് ഭൂരിപക്ഷ വർഗീയതാണെന്ന് പറയാം. വർഗീയ നിലപാടുള്ളവരാണെന്ന് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. CPM തീരുമാനിച്ചാൽ മതി. അതേ അഭിപ്രായം അത് തന്നെയാണ് എന്റെ തിരിച്ചുള്ള ചോദ്യവും. കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയത വളർത്താനുള്ള പരിപാടിയാണെന്ന് പറയുന്ന കോൺഗ്രസ് ആ നിലപാടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ മുഴുവൻ വർഗീയ നിലപാടുള്ളവരാണോ എന്ന് പറഞ്ഞാൽ മതി. 2024 തെരഞ്ഞെടുപ്പ് മുമ്പ് എല്ലാ ദിവസവും ഗാസയായിരുന്നു. 2024 ശേഷം ഗാസ പോയിട്ട് ജി പോലും മിണ്ടില്ല, ഒരു അക്ഷരം മിണ്ടില്ല.
മുസ്ലിങ്ങളുടെ സ്കൂളുകൾക്കെതിരെ കോളേജുകൾക്കെതിരെ ഒരു ആവശ്യം വന്നാൽ വേണം മാർച്ച് നടത്തും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ സമരം നടത്തിയ BJP ക്ക് എന്താ സാറേ എവിടെ പോയി ഗാസ? ഒരു വോട്ട് പോലും കിട്ടാതെ പോയെ? ഒരു സീറ്റ് പോലും കിട്ടാതെ പോയെ? വോട്ടാ പ്രശ്നം. അതിന്റെ വോട്ടാ പ്രശ്നം. ഈ ഹിന്ദു 10 വോട്ട് നിലത്ത് കിടന്നാൽ അത് എങ്ങനെ വേണമെങ്കിലും എടുക്കും എന്നുള്ളതാണ് പ്രശ്നം. എവിടെ പോയി ഗാസ? എവിടെ പോയി പാലസ്തീൻ? എവിടെ പോയി കേരളത്തിലെ ഹിന്ദുക്കളെ ന്യൂനപക്ഷ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങി ഇപ്പോൾ പ്രവർത്തിച്ച പറയുന്നത് ഭൂരിപക്ഷ BJP ക്ക് സംരക്ഷണമാണ്. ഒരു സീറ്റ് പോലും അതിനുവേണ്ടി കിട്ടിയില്ല. കണ്ടുപിടിച്ചതാണ് എന്തുകൊണ്ട് ശബരിമലയിലെ കിട്ടിയില്ല? അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് ശബരിമലയിലെ അയ്യപ്പന്മാരുടെ മലയാളി വർഗീയതയ്ക്ക് വഴങ്ങാത്തോണ്ട് മലയാളികൾ വർഗീയതയ്ക്ക് വഴങ്ങാത്തോണ്ട് അത് BJP പറയണം. അത് ഭൂരിപക്ഷം അല്ല, മനസ്സിലായില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് നേരത്തെ ന്യൂനപക്ഷ പീഡനമായിരുന്നു. ഗാസ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ശബരിമല ഇത്രേ ഉള്ളൂ. സർക്കാരിന് ഒറ്റ നിലപാട്. ആ നിലപാട് എന്താണെന്നറിയോ? കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, കേരളത്തിലെ സംഘടനകളുടെ ഉന്നമനത്തിന് പറയുക, കേരളത്തിലെ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പുറം എന്താണ് വർഗീയതയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരു സർക്കാരിന്റെ ഭാഗമായ ഒരാളും ഒരു പാർട്ടി നേതാവും വർഗീയതയെ കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഭൂരിപക്ഷ വർഗീയത വിട്ട് ഇപ്പോൾ CPM-നോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയല്ല അർത്ഥം. അതിനല്ല. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന NSS-ന് ആ സംവിധാനം എന്താണ് വിജയിക്കുന്ന സംവിധാനം അല്ല. ആ സംവിധാനം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അതിന് അപ്പുറത്തേക്കില്ല. CPM ആ വഴിക്ക് വന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നേരെ തിരിച്ചാണ് എന്റെ അഭിപ്രായം. കാരണം CPM-ന്റെ കൂടെ നിൽക്കാൻ പറ്റിയ പാർട്ടിയാണ് NSS-ന് മനസ്സിലായി. അത്രേ ഉള്ളൂ. NSS ജനറൽ സെക്രട്ടറിയും NSS-ഉം പെരുന്നയിൽ തന്നെയാണ് നിൽക്കുന്നത്. CPM കേരളത്തിലെ NSS-ന്റെ അവസ്ഥ അവസ്ഥ അറിയോ? പ്രതിപക്ഷ പാർട്ടിയോ കോൺഗ്രസിന്റെയോ ഒരു നേതാക്കളോട് പോലും ടോക്കിംഗ് ടേംസ് ഇല്ല അവിടെ. എന്താണ് അവിടെ ഒരു നേതാക്കന്മാർ പോലും ഇപ്പൊ പണ്ടെന്താ പറയുന്നത്, ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അല്ലേ? പിന്നെ എന്താ അവരെന്ത് സപ്പോർട്ടാ തിരിച്ചു ചെയ്യേണ്ട കാര്യമുള്ളത്? അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിന്നാ മതി. അത്രേ ഉള്ളൂ. CPM നിറങ്ങാറുണ്ടോ? എന്ത് നിരങ്ങാറില്ല? അവർ വിളിച്ചപ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചോ? എന്താ ആ നിലപാട് കോൺഗ്രസ് BJP-നോട് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ മതി. നിലപാട് മാറ്റിയതുകൊണ്ടാണെന്നാണ്. ശരി, കണ്ടിന്യൂ. CPM നിലപാട് മാറ്റിയതുകൊണ്ടാണ്. CPM നിലപാട് മാറ്റിയത് കൊണ്ടല്ല. CPM നിലപാടല്ല. CPM-ന് ഒരേ നിലപാടേ ഉള്ളൂ. എന്താണ്? കേരളത്തിലെ വിശ്വാസികളുടെ കൂടെ നിൽക്കുക എന്നൊരു ഒറ്റ നിലപാട്. ആ നിലപാടിനൊപ്പം നിന്നു. അത് NSS-ന് മനസ്സിലായി. അത്രേ ഉള്ളൂ. 10 വോട്ട് കിട്ടിയ ഗാസ, 10 വോട്ട് കിട്ടിയ ശബരിമല. അതാണ് നിങ്ങൾ ഒരു കേസ് വരുമ്പോഴത്തേക്കും ഗാസയും അഫ്ഗാനിസ്ഥാനും ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ തിരിച്ച് 500 പീസാക്കി ചർച്ച ചെയ്യും. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ. കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 3 നിലപാടേ ഉള്ളൂ. അത് ഹിന്ദുക്കളുടെ കൂടെ, ക്രിസ്ത്യാനിൻ്റെ ക്രിസ്ത്യാനി, അവരുടെ ഉന്നതത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പം എന്താ പറഞ്ഞേ? ആഗോള അയ്യപ്പ സംഗമം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്താ ഒരു മാധ്യമം പറയുന്നറിയോ? ആഗോള അയ്യപ്പ സംഗമം വിവാദത്തിൽ. എന്ത് വിവാദം എവിടെയുള്ളത്? അവിടെ വികസനം വരണ്ട നിലപാടുണ്ടോ? ഇവിടുത്തെ BJP-ക്കും ഇവിടുത്തെ കോൺഗ്രസിനും അവിടെ ഒരു വികസനം വരണ്ട നിലപാടുണ്ട്. അത് അങ്ങനെ തന്നെ പറയണം. അതിന് പകരം പറയുന്നത് ഭൂരിപക്ഷ വർഗീയത വളർത്താനുള്ള പരിപാടിയൊന്നും പറയാൻ നിൽക്കരുത്. അത് നല്ല നിലപാടല്ല. സുജയ, NSS സമദൂരം വിട്ടോ? NSS സമദൂരം വിട്ടെന്ന് ഈ ഒരു പരിപാടിയുടെ മാത്രം പശ്ചാത്തലത്തിൽ പറയാൻ കഴിയില്ല. NSS-ന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് സംഗീത് കുമാറിനും G സുകുമാരൻ നായർക്കും വന്ന മാറ്റങ്ങളാണ് എന്ന രീതിയിലാണ് ഇവരൊക്കെ വ്യാഖ്യാനിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് NSS എടുത്തിരിക്കുന്നത് എന്നതാണ് NSS-ൽ തന്നെയുള്ള ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരുണ്ടെങ്കിലും അയ്യപ്പനെയും അതുപോലെ തന്നെ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ശാസ്താവിനെ ആരാധിക്കുന്ന വിശ്വാസികളെയും ശബരിമലയെയും ഒക്കെ CPIM പറഞ്ഞതും CPI നേതാക്കളും പറഞ്ഞതും NSS-ഉം അതുപോലെ തന്നെ മറ്റ് ചർച്ച ചെയ്യുന്ന ആളുകൾ മറന്നാലും സാക്ഷാൽ അയ്യപ്പൻ മറക്കില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ ഇല്ലാത്ത ഒരു സംഗമമായിരിക്കും എന്നതാണ് ഒരു അയ്യപ്പ ഭക്ത എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആചാരത്തിന് കോട്ടമില്ലെങ്കിൽ നല്ലത് എന്ന് കൃത്യമായി തന്നെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. പരിപൂർണ്ണ പിന്തുണ എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിലപാടിനെ നമുക്ക് പറയാനും കഴിയില്ല. ആചാരത്തിന് കോട്ടം വരരുത്. കാരണം ആചാര സംരക്ഷണം അതാണല്ലോ അന്ന്
ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് രണ്ടുപേരെ കയറ്റി ആ രണ്ടുപേര് പങ്കെടുക്കുന്നുണ്ടോ എന്നതാണ് കേട്ടോ ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം രാഖി രാമാനം കയറ്റി യുവതീ പ്രവേശനം നടപ്പാക്കിയ സർക്കാർ എന്ന മേനി നടിക്കാൻ വേണ്ടി രണ്ടുപേരെ കയറ്റിയല്ലോ. അപ്പോൾ മുഖ്യ അതിഥികളായി വേദിയിൽ ഉണ്ടാകേണ്ടത് ശബരിമലയിൽ ദർശനം കിട്ടിയ ഭാഗ്യവതികളായ 2 സ്ത്രീകളാണ്. അപ്പോൾ അതിൽ ഒരാളുടെ പ്രതികരണമൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ NSS പറഞ്ഞ വാചകം ഇതാണ്: സമിതിയുടെ നേതൃത്വം അത് രാഷ്ട്രീയ മുക്തമാകണം, ഉപാധികളോടെയാണ് പിന്തുണ. കൃത്യമായി തന്നെ NSS പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ട് എങ്കിൽ അത് മാറുന്നതിന് വേണ്ടി തന്നെയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് സമിതിയിൽ അയ്യപ്പ ഭക്തർ വേണം. നിലവിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ മാത്രം വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ മാറ്റം വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി. മുഖ്യമന്ത്രി ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസിയായ ഒരാളാണെങ്കിൽ നല്ലത്. ഇടതുപക്ഷം അങ്ങനെ മാറുന്നതൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. കാരണം എല്ലാവരും അവനവന്റെ വിശ്വാസത്തിലുമൊക്കെയായി പോകുന്ന ഒരു സമത്വ സുന്ദരമായ ഒരു നല്ല കേരളം, അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഈ സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ NSSന് എതിർപ്പില്ല. നിലവിൽ അവർ മാത്രമാണ്. അവർ വരുന്നതിന് കുഴപ്പമില്ല, തുടർന്നും അവർക്ക് വരാം. രാഷ്ട്രീയ നേതാക്കൾ അല്ലാതെ വരരുത്. അതെ. അപ്പൊ അതായത് ഇപ്പോൾ CPIMന്റെയോ CPIയുടെയോ ഇടതുപക്ഷത്തെ മറ്റ് കക്ഷി നേതാക്കളോ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നവോത്ഥാന സമിതിയൊക്കെ വിവിധ സംഘടനകളെ കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിന്റെ കൂടി കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതിന് ശേഷം രൂപീകരിക്കുന്ന സമിതികളിൽ ഈ യോഗത്തിന് ശേഷം സ്ഥിരം സമിതികൾ ഉണ്ടാകാൻ പോകുമെന്നാണ് കേൾക്കുന്നത്. അതിൽ നിലവിൽ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി. മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണോ, അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനെ കാണുകയും ഇനി അങ്ങോട്ട് ഒരു അയ്യപ്പ ഭക്തനായി മാറാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് തന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പേരാണ്, വിജയൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനായി പൂർണ്ണമായും മാറുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹം ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായും ഒരു അയ്യപ്പ ഭക്തനായി വിശ്വാസിയായി മാറാനായിട്ടൊക്കെയുള്ള അവസരമാണെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ ഇറങ്ങിയ പിണറായി സർക്കാരാണ് ഈ മാറ്റത്തിലേക്ക് വരുന്നത് എന്നതാണ് ഇതിലെ രാഷ്ട്രീയമായ പ്രത്യേകത, ജിമ്മി ജെയിംസ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ. അപ്പോൾ അന്ന് നാമജപ ഘോഷയാത്ര സമരം ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് NSS എന്ന സമുദായ സംഘടനയാണ്. SNDPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയേക്കാൾ കൂടുതൽ ആദ്യം തന്നെ ഇറങ്ങിയത് ഈ കരയോഗങ്ങളിൽ നിന്നും മഹിളാ സമാജങ്ങളിൽ നിന്നുമുള്ള അമ്മമാരാണ്, സ്ത്രീകളാണ് കൂടുതലായും തെരുവിലേക്ക് ഇറങ്ങിയത്. കാരണം മറുഭാഗത്ത് നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ചതിന് എന്തിനാണ് സാറേ? വനിതാ മതിൽ ഉണ്ടാക്കാനാണ്. വനിതാ മതിലാണ് അവിടെ ഉണ്ടാക്കിയത്. വനിതാ മതിൽ ഉണ്ടാക്കിയത് എന്തിനാണ്? നവോത്ഥാനം എന്ന പേരിൽ സ്ത്രീകൾക്ക് നിർബന്ധമായും അവരെ ഞങ്ങൾ പ്രവേശിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നടപടിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു നീക്കമാണ്. അത് പാടെ പൊളിഞ്ഞു പോയത്. അതിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആ ജനുവരിയിൽ നിന്ന് 2019 ജനുവരിയിൽ നിന്ന് 2025 ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രാഷ്ട്രീയ മാറ്റമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്തരായി അഭിനയിച്ചാലേ ഞങ്ങൾക്ക് അടുത്ത 3-ാം ഊഴത്തിലേക്ക് പോകാൻ കഴിയൂ എന്നതാണ്. അപ്പോൾ ഒരു അഭിനയ സംഗമമാണോ നടക്കാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു അഭിനയമാണെന്നുണ്ടെങ്കിൽ അത് അയ്യപ്പനെ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കും കൃത്യമായി മനസ്സിലാകും. അതിന് സംഘടനകളുടെ തലപ്പത്തുള്ള ആളുകളെ മാത്രം കൺവിൻസ് ചെയ്താൽ പോരാ, വിശ്വാസികളെയും കൺവിൻസ് ചെയ്യണം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണെന്നേ. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെടണം. അപ്പുറത്ത് നിന്ന് അവർ ചെയ്യുന്നത് വിശ്വാസിയായ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പേരിന് ലോക കേരള സഭ, ആഗോള നിക്ഷേപക സംഗമം, അതുപോലെ ഒരു സംഗമമാക്കി നടത്താനായിട്ടുള്ളൊരു കെട്ടുകാഴ്ചയല്ല അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ വിശ്വാസികളെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗമമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വിശ്വാസികൾക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് അവർക്ക് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യും. അല്ലാതെ ഒരു സംഗമം കൊണ്ട് മാത്രം NSSനെ ഞങ്ങൾ ഇങ്ങെടുത്തു അല്ലെങ്കിൽ NSS ഇങ്ങോട്ട് വന്നു, ആ ഒരു നറേറ്റീവിലേക്ക് പോകുന്നത് അതൊരു തെറ്റായ ധാരണയായി മാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ എൻ്റെ വിലയിരുത്തൽ. പഴയ കാലം ചർച്ച ചെയ്യേണ്ട എന്ന ഒരു ധാരണയിലേക്ക് രണ്ടു കൂട്ടരും എത്തിക്കഴിഞ്ഞു എന്നതാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന ചർച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് 2018, 2019 അത് രണ്ടും ഇറേസ് ചെയ്യുന്നു അല്ലെങ്കിൽ മറക്കുന്നു. അത് ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ തിടുക്കത്തിൽ പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന സ്റ്റാൻഡിലേക്ക് അന്ന് തന്നെ എത്തിയതാണ്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയോടുകൂടി അന്ന് തന്നെ എത്തിയതാണ് ഇടതുപക്ഷം. 2021 അതിനുശേഷം വീട് കയറുന്നതും ഞങ്ങൾക്ക് തെറ്റുപറ്റി ലേലുവല്ലു പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 2021 തുടർഭരണം കിട്ടി, ശരിയാണ്. ഒരുപക്ഷെ 3-ാം ഭരണവും കിട്ടും. ആ 3-ാം ഭരണത്തിലേക്ക് എത്താൻ പോകുന്നത് വിശ്വാസികളെ കൂടി അവരുടെ വിശ്വാസത്തെ കൂടി ബഹുമാനിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ സർക്കാർ ചെയ്യുന്നത് നല്ലതാണെന്നേ പറയുകയുള്ളൂ. അങ്ങനെ വിശ്വാസികളെയും വിശ്വാസത്തെയൊക്കെ ബഹുമാനിക്കാൻ, ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ലേ, പാപിയായ ഒരുത്തിന് തിരിച്ചു വരാനായിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെന്നേ. ആ തിരിച്ചു വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. എല്ലാ കാലവും ഇങ്ങനെ പാപിയായി വിശ്വാസത്തെ എതിർക്കുന്ന ഒരാളായി നിൽക്കണമെന്ന് അങ്ങനെയുള്ളൊരു ശാഠ്യമൊന്നും എനിക്കെന്തായാലും ഇല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സെപ്റ്റംബർ 20-ാം തീയതിയാണ്
അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിൽ BJP അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് UDF പങ്കെടുക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് തന്നെ കേന്ദ്ര നേതാക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും ഒഴിവാക്കില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. ഇതിനകം തന്നെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിൽ യേശുദാസ് ഉണ്ട്, മോഹൻലാൽ ഉണ്ട്, ശിവമണിയുണ്ട്, ജയറാമുണ്ട്. ഇവരൊക്കെ അയ്യപ്പ ഭക്തരാണ്. അപ്പോൾ അയ്യപ്പ ഭക്തരായി ഇവരെ എല്ലാവരെയും വിളിക്കാൻ പോകുന്നു. ഈ സംഗമം എന്നുള്ള ആശയം തന്നെ മുന്നോട്ട് വെച്ചത് മലേഷ്യയിൽ നിന്നുള്ള ഒരു അയ്യപ്പ ഭക്തനാണ്. അപ്പോൾ മലേഷ്യ, ശ്രീലങ്ക ഈ രാജ്യങ്ങളിൽ ഇതൊരു നമ്മൾ കണ്ട ലോക കേരള സഭയുടെ മറ്റൊരു പതിപ്പാക്കാനായിട്ടാണ് സർക്കാരിന്റെ ബിസിനസ് ബുദ്ധി ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് ദീപസ്തംഭ മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നതാണല്ലോ ഇതുവരെയുള്ള പല സമീപനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ആഗോള നിക്ഷേപക സംഗമമല്ല സാർ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം എന്ന് പറയുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൺകണ്ട ദൈവമാണ്. കാരണം എല്ലാവരും ആ മല കയറി അവിടേക്ക് ചെല്ലുന്നത് എന്തിനാണ്? ആ ഒരു ശക്തിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ വിശ്വാസികൾക്കായി ഇത് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു കൊമേഴ്സ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെങ്കിൽ സർക്കാരിന് അത് തിരിച്ചടിയാകും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. കാരണം വികസനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നാണ് PS പ്രശാന്ത് പറഞ്ഞത്. ഞാൻ കോട്ട് ചെയ്യുന്നത് PS പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെയാണ്. 500 ഭക്തരെ മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി എത്തുന്ന, അത് ഫിനാൻഷ്യലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഭക്തരാണ്. ആ 500 പേർ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ലോക കേരള സഭ പോലെ തന്നെയുള്ള ഒരു ബിസിനസ് മോട്ടീവ് ഈ സംഗമത്തിന് പിന്നിലുണ്ട്. വിശ്വാസവും ആചാരവും പാലിക്കുന്ന ഒരാളെയും ഒഴിവാക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം അശ്വിനി വൈഷ്ണവ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ ഇത്രയും പേർക്ക് സർക്കാർ ക്ഷണക്കത്ത് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക. ഇവിടുത്തെ അതായത് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നത് ഇതിനകം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹബ്ബായി ശബരിമലയെ മാറ്റുന്നുണ്ട്. ശബരിമലയുടെ വികസനത്തിന് ഞാനും എതിരല്ല, ശബരിമലയുടെ വികസനം ഉണ്ടാകണം. പക്ഷേ അതിനിടയിൽ ചില കെട്ടുകാഴ്ചകൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തുറന്നെതിർക്കുക തന്നെ വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ NSSന്റെ വാർത്താക്കുറിപ്പിലെ ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് അയ്യപ്പ സംഗമം ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി അത് നിരീക്ഷിക്കുക തന്നെ ചെയ്യും NSS. അല്ലാതെ NSSനെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ NSSനെ 1-2 പേരെ സ്വാധീനിച്ച് തീരുമാനമെടുപ്പിക്കാനോ ഒന്നും സർക്കാരിന് എന്തായാലും കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കുന്നതിനായി NSS പറയുമ്പോൾ ഇതിൽ പാലമിട്ടത് ആരാണ്, ആ പാലത്തിലൂടെ നടന്നു കയറിയത് ആരാണ് എന്നതുകൂടി നമ്മൾ നോക്കണം. അതൊരു KSRTC വഴിയാണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡയറക്ടർ ബോർഡ് അംഗമാണ് KB ഗണേഷ് കുമാർ എന്ന മന്ത്രി, ഗതാഗത മന്ത്രി. അപ്പോൾ അവിടേക്ക് ആ വഴി തുറന്നത് KB ഗണേഷ് കുമാറിൻ്റെ കൂടി ഇടപെടലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പെരുന്നയിലേക്ക് NSS ആസ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് നന്ദി പറയുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ദൃശ്യങ്ങളൊക്കെ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം. എന്തായാലും അവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ബാലഗോപാൽ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. എന്തായാലും പെരുന്നയിൽ വന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് ഗുരുവായൂർ ദേവസ്വം പ്രതിനിധിയായി ചുമതലയേറ്റ ബാലഗോപാലിനൊപ്പം KB ഗണേഷ് കുമാർ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി സർക്കാരുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് വഴി കൃത്യമായി ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഈ കേരള കോൺഗ്രസ് ബിയുടെ ട്രഷറർ കൂടിയാണ് ബാലഗോപാൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായ ബാലഗോപാൽ കേരള കോൺഗ്രസ് ബിയുടെ ട്രഷറർ കൂടിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വരുന്നത് കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ഈ കണക്ഷൻസ് എല്ലാം കൃത്യമായി NSSുമായി ജെല്ല് ചെയ്യുകയാണ്. അപ്പോൾ അത് UDFന് വലിയ ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണ്. കാരണം കാലാകാലങ്ങളായി NSS വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് UDF അവകാശപ്പെടുന്നത്. പക്ഷേ NSS എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന സംഘടന അതിൽ നേതൃത്വം പറയുന്നതിനനുസരിച്ച് മാത്രമല്ല കരയോഗങ്ങളിലായാലും ശാഖകളിലായാലുമുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കൃത്യമായി രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യുന്ന, BJPക്ക് വോട്ട് ചെയ്യണമെങ്കിൽ BJPക്കും, CPIMന് വോട്ട് ചെയ്യണമെങ്കിൽ CPIMനും, കോൺഗ്രസിന് വോട്ട് ചെയ്യണമെങ്കിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ രണ്ട് സമുദായങ്ങളിലെയും വോട്ടർമാർ നിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് കണ്ടതുമാണ്. അപ്പോൾ ഇവിടെ KB ഗണേഷ് കുമാറിന്റെ നയതന്ത്ര വഴി ഇടത് പക്ഷത്തേക്ക് NSS അടുക്കുകയാണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ 2026 CPIMന് LDFന് അനുകൂലമായ രീതിയിൽ വരും എന്നതാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കലഞ്ഞൂർ മധു എന്ന് പറയുന്ന നമ്മുടെ ധനമന്ത്രിയുടെ സഹോദരനെ ഒഴിവാക്കിക്കൊണ്ടാണ് KB ഗണേഷ് കുമാർ ഡയറക്ടർ ബോർഡിലേക്ക്, NSSന്റെ ഡയറക്ടർ ബോർഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ ചെറുതല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചില നീക്കങ്ങൾ നടത്തുന്നത് മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് ഈ സംഗമവുമായി കണക്റ്റഡ് ആണോ എന്നുകൂടി നമ്മൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവിടെ CPIMന്റെ ഒരു ഗ്രാൻഡ് ഡിസൈനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. CPIMന്റെ ഒരു ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ പാർട്ടിയിലേക്ക്, മുന്നണിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൃത്യമായി അവർ വിലയിരുത്തുമ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്നത് ഈഴവ വോട്ടുകളടക്കമുള്ള ഹിന്ദു വോട്ടുകളാണ്. അപ്പോൾ CPIM എല്ലാ കാലത്തും ഒരു ഹിന്ദു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലായി വോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് CPIM. പക്ഷേ അതിൽ നിന്ന് അവർക്കുണ്ടായിരിക്കുന്ന ഒരു വ്യതിയാനം എന്ന് പറയുന്നത് ഈ ശബരിമല സംഭവം മുതലാണ്. ശബരിമലയിലെ
യുവതീ പ്രവേശനത്തിന് ശേഷമാണ്. 2018-19 മുതലാണ് അത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അത് പൂർണ്ണമായും ഒരു ഷിഫ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വിശ്വാസികൾക്ക് ഞങ്ങൾ എതിരല്ല എന്ന് കാണിക്കുന്നതിന് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആകണം, ക്ഷേത്രങ്ങളിലെ സമിതികളിൽ നിങ്ങൾ ആക്റ്റീവ് ആകണം, ഉത്സവങ്ങൾ നടത്തുന്നതിനായി നിങ്ങൾ ചെല്ലണം, അവിടെയെല്ലാം BJP-കാരാണ്, RSS-കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിൽ ഇടപെടുത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി ഒരു വിശ്വാസമുള്ള ആളായിരിക്കണം നിങ്ങൾ അവിടേക്ക് നിയോഗിക്കുന്ന വ്യക്തി. അല്ലാതെ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ അല്ലെങ്കിൽ വിശ്വാസത്തോട് ഒരു കൂറുമില്ലാത്ത ആളുകളെ നിങ്ങൾ വേഷം കെട്ടിച്ച് വിടരുത്. അത് നിങ്ങൾ ഭക്തരായ മനുഷ്യരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഹെൽപ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. കാരണം ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതിനെ കളയാനും വയ്യ. ഇപ്പുറത്ത് NSS ഉണ്ട്, അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുകയും വേണം. വലിയ അട്ടർ കൺഫ്യൂഷനിലേക്ക് UDF എന്തായാലും ഈ വിഷയത്തിൽ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഗ്ലോബൽ അയ്യപ്പ മീറ്റ് അതിന് ഒരു റിലീജിയസ് സാങ്ക്ടിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. അതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ശരി, സമദൂരം വിട്ടോ NSS എന്നായിരുന്നു ചോദ്യം. സമദൂരം അല്ലെങ്കിൽ ഇടത് സർക്കാർ NSSനെ അംഗീകരിക്കുന്നു എന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ പരസ്പരം വലിയ പിണക്കങ്ങളില്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുവരാൻ CPM-ന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. CPM-നെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം. അത് നേരത്തെ ഈഴ വോട്ടുകളാണ് വലിയ തോതിൽ കിട്ടിയിരുന്നത്, അത് നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിലെ ഒരു തിരുത്തൽ എന്ന നിലയ്ക്ക് അതെപ്പോഴായിരുന്നു സ്ത്രീകളെ, യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന നിലപാടെടുത്ത് വലിയ പുരോഗമന കാഴ്ചപ്പാടോടുകൂടി ഇവിടെ നവോത്ഥാന സമിതിയും അതിനുശേഷം ഈ വനിതാ മതിലുമൊക്കെ പണിത്, പക്ഷേ അത് വോട്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീടുകൾ തോറും കയറിയിറങ്ങി നേതാക്കൾ തന്നെ ഞങ്ങൾക്കൊരു പിഴവ് പറ്റി എന്ന് തന്നെ കുടുംബ സംഗമങ്ങളിലൊക്കെ പോയി സംസാരിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചത്. അപ്പോൾ ഇനി അതൊരു അങ്ങനെ പ്രശ്നം ആകരുത്, അല്ലെങ്കിൽ ഒരു തിരുത്തലാണ് എന്ന രൂപത്തിൽ ഒരു പക്ഷേ ഈ പറയുന്ന നേതാക്കളെയൊക്കെ അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകാം. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ സുകുമാരൻ നായരെ തന്നെ കാണാൻ പിണറായി വിജയൻ പോയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിവസമാണ് സുകുമാരൻ നായർ പറഞ്ഞത് ഈ ശബരിമലയിൽ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടും, അതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന്. പക്ഷേ എന്ത് സംഭവിച്ചു? നേരെ തിരിച്ച് സംഭവിച്ചു. അപ്പോൾ അവിടെ തിരിച്ചടിയേറ്റത് NSS-നാണ്. അതായത് സമുദായ നേതാവ് പറയുന്ന, ജനറൽ സെക്രട്ടറി പറയുന്നത് സമുദായങ്ങൾ കേട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് കൂടി NSS ജനറൽ സെക്രട്ടറി എത്തിയിട്ടുണ്ടായി. അതിനുശേഷം നീണ്ട മൗനമായിരുന്നു. കുറേ കാലത്തേക്ക് അദ്ദേഹം ഒരു വിഷയത്തിലും പ്രതികരിക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ശശി തരൂരിനെ പുകഴ്ത്തി സംസാരിക്കുന്നതൊക്കെയാണ് ആ രൂപത്തിലാണ്. എല്ലാ കാലത്തും സമദൂരം എന്ന് പറയുമ്പോഴും കോൺഗ്രസുമായിട്ട് തന്നെയാണ് NSS-ന് എപ്പോഴും ഐക്യമുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് തന്നെയാണ് ബന്ധമുണ്ടായിട്ടുള്ളത്. എല്ലാ സമയവും BJP-യെ അകറ്റി നിർത്തുന്നു എന്നതിൽ കൂടിയാണ് NSS എടുക്കുന്ന ശക്തമായ നിലപാടായിട്ട് അതിനെ കണ്ടിട്ടുള്ളത്. എല്ലാ സമയത്തും അങ്ങനെയാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഈ പറഞ്ഞ നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയെങ്കിലും അതൊരു വർഗീയ പ്രചാരണത്തിലേക്കും വേറെ രൂപത്തിലേക്ക് അത് മാറുമ്പോൾ അതിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ തന്നെ സുകുമാരൻ നായർ തീരുമാനിച്ചിരുന്നു. ആ രൂപത്തിലാണ് അത് പ്രതികരിച്ചിരുന്നത്. ആ നിലയ്ക്ക് NSS വ്യത്യസ്തമാണ്. ഇപ്പോൾ NSS-ന്റെ പിന്തുണ, SNDP യോഗത്തിൻ്റെ പിന്തുണ, അങ്ങനെ പരസ്യമായി നോക്കുമ്പോൾ രണ്ട് തലപ്പത്തിരിക്കുന്ന രണ്ട് സമുദായ നേതാക്കളും CPM-നോട് പിണക്കമില്ല എന്ന രൂപത്തിലേക്കാകുന്നു. അതാണ് CPM ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ CPM അല്ല, ഇടത് സർക്കാരിലെ മുഖ്യമന്ത്രി അവിശ്വാസിയായതുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരിപാടി നടത്തണ്ട എന്ന് BJP പറയുമ്പോൾ അത് ദുർബലമായൊരു വാദമാണ്. ഒരു സർക്കാരാണ് നടത്തുന്നത്. സർക്കാരിൽ വിശ്വാസിയാണോ അവിശ്വാസിയാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന ചോദ്യമല്ല ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഉദ്ഘാടനത്തിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കുമ്മനം പറഞ്ഞ ഒരു കാര്യം, ഇത് കച്ചവടമാണ്, വിശ്വാസത്തെ കച്ചവടമാക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഉറപ്പായിട്ടും ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇതൊരു വലിയ വികസന പദ്ധതി എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുവഴി ശബരിമല വഴി കിട്ടാവുന്ന ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ കിട്ടാവുന്ന വലിയ പണമൊഴുക്ക് തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാകും. അതൊരു വികസനത്തിന് വേണ്ടി തന്നെയാണ്. അതിൽ ഒരു ഒളിച്ചു വെക്കലൊന്നുമില്ല. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാവാം. ഇടത് സർക്കാർ ഭരിക്കുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കുംഭമേള എങ്ങനെയാണ് നടത്തുന്നത്? കുംഭമേളയുടെ പരസ്യം നമ്മൾ ഇവിടെ കേരളത്തിലടക്കം അത് കണ്ടതല്ലേ. അതൊരു വലിയ തരത്തിലുള്ള ഒരു ടൂറിസം പരിപാടിയാണ്. അതിൽ വലിയ കോടിക്കണക്കിന് രൂപ UP സർക്കാരിലേക്ക് ഒഴുകുന്നുമുണ്ട്. ആ രൂപത്തിൽ തന്നെ ശബരിമലയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് കൊണ്ടുവരുമ്പോൾ എടുക്കുന്ന നിലപാട്, അതാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. VD സതീശൻ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി. ആ പ്രീണനം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി കണ്ടതാണ് ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത്.
ഈ പറയുന്ന മാഡം ഞാൻ ഒരു കാര്യം പൗരത്വ ഇടപെട്ട് ചോദിച്ചോട്ടെ? സമരത്തിലടക്കം ഒരു മാഡം ഒന്ന് പൂർത്തിയാക്കൂ. അല്ല, ഇത് കുംഭമേളയുമായി ബന്ധപ്പെട്ടാണ്. അതായത് കുംഭമേളയിൽ യോഗി ആദിത്യനാഥ് ആണല്ലോ യുപിയുടെ മുഖ്യമന്ത്രി. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുമോ? കാരണം അവിടെ ഈ കുംഭമേള നടത്തുന്ന യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികളാണ്. അവർ ആ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതായത് മുഖ്യമന്ത്രി കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് പോകണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മുഖ്യമന്ത്രി എന്താണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ അവിശ്വാസമുണ്ടോ എന്നുള്ളതല്ല അതിന്റെ വിഷയം. ആ സർക്കാർ എടുക്കുന്ന നിലപാട്, ആ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രി തന്നെ അതിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകും. അതിപ്പോ അതിനിപ്പോ ഈ പറയുന്ന വിശ്വാസം കൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ഉമ്മൻചാണ്ടി എന്താണ് ശബരിമലയുടെ കാര്യത്തിലൊക്കെ എടുത്തിരുന്ന നിലപാട്? ഉമ്മൻചാണ്ടി പോകാറുണ്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. ഞാൻ പൂർത്തിയായിട്ട് എന്റെ സമയം കുറച്ച് സമയമുള്ളൂ. ഒറ്റ കാര്യം പറയാം. ശബരിമല എന്തുകൊണ്ടാണ് വ്യത്യസ്തമാവുന്നത്? എല്ലാ ഭക്തർക്കും എല്ലാ വിശ്വാസികൾക്കും പോകാവുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ശബരിമല വ്യത്യസ്തമാവുന്നത്. അപ്പോൾ അവിടെ ഇത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ആണെന്ന രൂപത്തിൽ അത് പ്രതികരിക്കേണ്ട കാര്യമില്ല. എല്ലാ വിശ്വാസികൾക്കും പോകാവുന്ന ഇടമാണ്. ആ നിലയ്ക്കാണ് ശബരിമലയെ കാണുന്നത്. ആ നിലയ്ക്ക് ശബരിമലയെ ലോകത്തെ അറിയിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ലോകത്തെ അറിയിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്ന സർക്കാർ പറയുന്നത്. സർക്കാരിന് അത് ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. അതിൽ BJP പറയുന്ന വാദങ്ങൾ വളരെ ദുർബലമാണ്. BJPക്ക് മതവും സമുദായവും എല്ലാം പറഞ്ഞ് വോട്ട് നേടാം, അത് വേറെ ആർക്കും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇടതുപക്ഷം അത് ചെയ്യാമോ എന്ന ചോദ്യം വേറെ ഇടതുപക്ഷത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് ചോദിക്കാൻ BJPക്ക് അധികാരമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു. നമ്മൾ കണ്ടതാണ് പൗരത്വ സമരം അടക്കമുള്ള വിഷയങ്ങളിൽ ആദ്യം തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയും സമസ്തയിൽ ഒരു ഭാഗത്തെ അടർത്തി മാറ്റാനുള്ള ശ്രമമൊക്കെ കണ്ടതാണ്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ പല രൂപത്തിലായി, പല പ്രതികരണങ്ങളായി CPM-ൽ നിന്ന് നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ടാണിത്. ഇത് പക്ഷേ NSS ഇനിയിപ്പോൾ CPM-നാണ് വോട്ട് ചെയ്യുക എന്ന അർത്ഥത്തിലൊന്നും കാണേണ്ടതില്ല. അവർ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതിച്ഛായ അതുണ്ടാക്കാൻ, പ്രത്യേകിച്ച് സുകുമാരൻ നായർക്ക് അത് പ്രതിച്ഛായ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. NSS-ന് ഒരു വില കൊടുക്കുന്നു. NSS നേതാവിനെ അവിടെ പോയി കാണുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സർക്കാരിൻ്റെ ഈ പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു പറഞ്ഞു. പക്ഷേ പ്രതികരണങ്ങൾ ശക്തമായി ഇതിനെതിരെ വന്ന ഘട്ടത്തിലാണ് അതിലൊരു വിസ്തീകരണം നിലയ്ക്ക് ഇങ്ങനെ വേണം അത് നടത്താൻ എന്ന രൂപത്തിൽ പറഞ്ഞു. അതായത് ഈ സംഗമം നടത്തുന്നില്ല, സംഗമത്തിന് ശേഷം അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നതിൽ ആചാരം വിടരുത് എന്നൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ അല്ലെങ്കിൽ ഇല്ല എന്നൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ സമദൂരം വിട്ടോ എന്ന് ചോദിച്ചാൽ സമദൂരം ഒന്നും വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾ മാറുന്നു എന്നുള്ള കാര്യത്തിൽ അതിനെ ഗൗരവത്തിൽ തന്നെ കാണാം. കോൺഗ്രസ് അന്ന് ശബരിമല വിഷയത്തിലും മാറി നിൽക്കുകയാണ് ചെയ്തത്, ഒരു പ്രതികരണം നടത്തി മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അതാണ് നിൽക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലെ CPM-ന്റെ രാഷ്ട്രീയ അജണ്ട മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മാറി നിൽക്കുന്നത്. BJP പക്ഷേ ശക്തിയുക്തം അത് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ തവണ കൂടുതലായി കിട്ടിയ വോട്ട് അത് തിരിച്ചങ്ങ് പോകുമോ എന്ന ഭയമാണ് BJP നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. അക്കീരമണിന്റെ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അക്കീരമണി എല്ലാ കാലത്തും CPM-നൊപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിലൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയുന്നു. ഇലക്ഷനാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, കൃത്യമായ സമയമാണ്. അതിപ്പോൾ ആ സമയത്ത് നടത്തുന്ന ഇനിയിപ്പോൾ ഈ പരിപാടിയിൽ ആരൊക്കെ, ഈ സമിതിയിൽ ആരൊക്കെ എന്നുള്ള കാര്യങ്ങൾ കൂടി CPM സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുവരെ ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ തുടരുമെന്നുള്ളതാണ്. സമദൂരം വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സമദൂരം വിട്ടില്ല എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടത്. ഇന്നത്തെ വാർത്താ ദിനം സമഗ്രമായി അറിയാം. വെൽക്കം ടു ന്യൂസ് നൈറ്റ് വിത്ത് സുജയ. Meet the editors.